നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുന്ന കാലാവസ്ഥയാണിപ്പോൾ. അന്തരീക്ഷം തണുപ്പാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നേമം ബ്ലോക്ക് പഞ്ചായത്തിലെ റാവച്ചമ്പലം, പാമാങ്കോട്, മൂക്കുന്നിമല, കണ്ണങ്കോട്, കൈതൂർക്കോണം, മൊട്ടമൂട്, ഇടയ്ക്കോട്, പള്ളിച്ചൽ എന്നീ 8 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രാവച്ചമ്പലം ഡിവിഷനിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുനിൽകുമാറിനെ പരിചയപ്പെടാം. ഒരു മുഖവരിയുടെ ആവശ്യമില്ല. സ്വാർത്ഥ സേവനത്തിൻ്റെ പ്രതീകമായ സേവാഭാരതിയിലൂടെ ജനങ്ങൾക്ക് മൊത്തം അറിയാവുന്ന ഒരു കർമ്മനിരതനായ ആളാണ് സുനിൽ. കന്യംഗമാണ്. അപ്പോൾ നമ്മുടെ ഈ ബ്ലോക്ക് ഡിവിഷൻ LDFൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇത് പിടിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? 100%. ഇത് പിടിച്ചെടുക്കുക മാത്രമല്ല, സാധാരണക്കാരന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ. കാര്യം നമുക്കറിയാം, ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഒരുപാട് ഫണ്ടുകൾ നമുക്ക് വരുന്നു. അത് താഴെത്തട്ടിൽ സാധാരണക്കാർക്ക് ഇത് എത്തിയിട്ടില്ല. അതിൽ SC ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഫണ്ടുകൾ, നിരവധി ഫണ്ടുകളുണ്ട്. ഇതൊന്നും താഴെത്തട്ടിൽ സാധാരണക്കാർ എത്തിയിട്ടില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഫണ്ടുകൾ താഴെത്തട്ടിൽ എത്തിച്ച് സാധാരണക്കാരന് ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടി ഒരു മാതൃകാപരമായിട്ടുള്ളൊരു മെമ്പറായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചുമട്ടുതൊഴിലാളി ഒരാളാണ്. അതിൽ നിന്നാണ് എന്നെ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഭംഗിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞാൻ കഠിനമായ പ്രയത്നം. അതുപോലെ തന്നെ എല്ലാ വോട്ടർമാരെയും എനിക്ക് നേരിട്ട് കാണണം, അവരെ വഴികൾ കാണണം, അവരെ വീടുകൾ കാണണം. ഈ അവസ്ഥ കണ്ടാലേ അവർക്ക് എന്നെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. അതുപോലെ എനിക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന്, എനിക്ക് ആ സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് ഒരു പദ്ധതി തയ്യാറാക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ വേണ്ടിയാണ് ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടിരിക്കുന്നത്. അതായത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത്. സാധാരണക്കാർക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ അവരെന്നെ സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പൂർണ്ണമായിട്ട് എന്നിൽ അർപ്പിക്കുന്ന അതേ വിശ്വാസം ഞാൻ തിരിച്ചും അവർക്ക് നൽകും. കാര്യം ഞാനൊരു രാഷ്ട്രീയ തരത്തിലല്ല, ഒരു സാധാരണ സേവകനായിട്ടാണ് അവരെ മുന്നോട്ട് എത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് എനിക്ക് BJP NDA എനിക്കൊരു അവസരം തന്നിരിക്കുന്നത്. അത് ഭംഗിയായിട്ട് ഞാൻ നിർവഹിക്കും. പ്രാവച്ചമ്പലം ഡിവിഷനിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കാഴ്ചവെക്കും. 100% എനിക്ക് തരുന്ന ഓരോ വോട്ടും ജനങ്ങൾക്ക് പ്രയോജനകരമായി മാറ്റും. അത് 100% ഉറപ്പാണ്. കാര്യം ഞാനൊരു ചുമട്ടുതൊഴിലാളിയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരെയും പ്രയാസം കഷ്ടപ്പാട് എനിക്കറിയാം. ഞാനും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതേ കഷ്ടപ്പാട് എനിക്ക് എല്ലാവരുടെ കാര്യത്തിലും അറിയാൻ പറ്റും. അതിനുവേണ്ടി ശക്തമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അതിന് എല്ലാ ജനങ്ങളും എല്ലാ സപ്പോർട്ടും എനിക്ക്. ഒരുപാട് അമ്മമാർ എനിക്ക് നിൽക്കണം മക്കളെ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്ന അമ്മമാരുണ്ട്. അവരെല്ലാം എൻ്റെ സപ്പോർട്ടായിട്ട് പറയാനുണ്ട്. അവരെയൊക്കെ സപ്പോർട്ടോടുകൂടി എനിക്ക് ജയിച്ച് പറഞ്ഞത് വലിയൊരു മാറ്റം. യഥാർത്ഥ ഒരു മെമ്പർ എന്തായിരിക്കണമെന്ന് കാണിച്ചു കൊടുക്കണം. സ്വാർത്ഥ ചിന്ത മാത്രമല്ല, സമാജ ചിന്തയും സമൂഹ ചിന്തയും സമാജത്തിൽ കാണിച്ചു കൊടുക്കുന്ന ലക്ഷ്യത്തിലാണ് ഞാൻ ഈ പോരാട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതാണ് എൻ്റെ ഏറ്റവും ലക്ഷ്യം. എല്ലാവരുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഒരു മകനായിട്ട്, ഒരു സഹോദരനായിട്ട്, ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. 100% ഉറപ്പ്. അപ്പോൾ പിടിച്ചെടുക്കുക എന്നത് ലക്ഷ്യമാണെന്ന് പറഞ്ഞു. അപ്പം ഭരണം, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ആണെങ്കിൽ BJP കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് വികസിത അനന്തപുരിയാണ് ആശയം. അതുപോലെ തന്നെ ഈ ബ്ലോക്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും ബ്ലോക്കിലേക്ക് വരുന്ന പദ്ധതികളൊന്നും ചിലവാക്കുന്നില്ല. അപ്പം ബ്ലോക്ക് ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ്. 100%. നമ്മുടെ എല്ലാ ബ്ലോക്കിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ശക്തരാണ്. അവരെല്ലാം അവരുടേതായ ശക്തമായ പ്രവർത്തനത്തിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യം നമുക്കറിയാം, കേന്ദ്രത്തിൽ നിന്ന് പല പദ്ധതികളും വരുന്നു. പക്ഷേ താഴെത്തട്ടിൽ ഒന്നും എത്തി. കാര്യം അത് രാഷ്ട്രീയ പ്രസരത്തിന് വേണ്ടി അവരത് ഉപയോഗിക്കുന്നില്ല. കേന്ദ്രം കൊടുക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി. അത് BJPക്കാരനെന്നോ കോൺഗ്രസ്സുകാരനോ മാർക്സിസ്റ്റുകാരനോ വേണ്ടിയല്ല. അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യമാണ്. അത് താഴത്തിൽ എത്തിക്കാൻ അവർ തയ്യാറാകും. എത്തിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയുടെ പേര് ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ പേര് വർദ്ധിക്കും എന്നുള്ള കാര്യം അത് ചെയ്യാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തുന്ന സാധാരണക്കാരൻ ഉപയോഗമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തണം. അത് എത്തിക്കുകയാണ് നമ്മൾ ലക്ഷ്യം. ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ശക്തരാണ്. നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ശക്തമായിട്ട് പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയാം, നമ്മുടെ പ്രാവശ്യം ഡിവിഷൻ 2 പ്രാവശ്യം ബ്ലോക്കിൽ ജയിച്ച BJP ആണ്. അത് അവരെ കഴിയുന്ന രീതിയിൽ പലതരത്തിലുള്ള വികസനങ്ങളും നടത്തിയിട്ടുണ്ട്. അത് എല്ലാ സ്ഥലത്ത് പോയാലും അറിയാം. ഞാൻ ഇന്നലെ വർക്കിനിറങ്ങിയ പാമാങ്കുളം സ്ഥലത്താണ്. അവിടെ 25 വർഷം കൊണ്ട് ഒരു പാർട്ടിയുടെ കീഴിലുള്ള ആളായിരുന്നു മെമ്പർ. അവിടെ ചെന്ന് കണ്ടപ്പോൾ ശോചനീയമായ അവസ്ഥയിലുള്ള വീടുകളാണ്. ലൈഫ് ഭവന പദ്ധതി കൊടുക്കാൻ വന്നിട്ട് പോലും അവർക്ക് ആ വീട് കൊടുത്തിട്ടില്ല. എന്നാൽ ചെറിയ ഷെഡുകൾ, അങ്ങനത്തെ വീടുകൾ ഞാൻ കണ്ടിട്ടില്ല. കാര്യം 25 വർഷം ഒരാളവിടെ ഭരിച്ച സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് മാറ്റം വരണം. ആ ജനങ്ങൾക്ക് അറിയണം. അവിടെ ജനങ്ങളെല്ലാം അവർ സന്തോഷത്തോടെ കയറി അവർക്കൊരു മാറ്റം വരണം ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. ഇന്നലെ പോയ സമയത്ത് ചെറിയ കുടിലുകളാണുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും ആളുകൾ ആ സ്ഥലത്ത് താമസിക്കുന്ന ആലോചിക്കണം. അവർക്കൊരു പഞ്ചായത്തിന് വീടോ അവർക്ക് പഞ്ചായത്തിന് ഒരു കാര്യം അവർ കിട്ടിയിട്ടില്ല. കാര്യം ഒരു സ്ഥലത്ത് 25 പ്രാവശ്യമൊക്കെ ജയിച്ച ആളുകളാണ് അവിടെ ഉള്ളത്. ഒരേ പാർട്ടിയാണ് ജയിച്ചിട്ടുള്ളത്. അതിനൊക്കെ വ്യത്യാസം വരണം. ജനങ്ങൾ പറയണത് ഒരു മാറ്റം ആവശ്യമാണ്. മാറ്റം 100% ആവശ്യമാണ്. ആ മാറ്റം വന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ശരി ഏത് തെറ്റേന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. അത് തീർച്ചയായും മാറ്റം ഉണ്ടാകും. ബ്ലോക്ക് പഞ്ചായത്തിൽ കൃത്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകും.
അത് കൃത്യമായ കേന്ദ്രം അനുവദിക്കുന്ന എല്ലാ പദ്ധതി ഏറ്റവും കൂടുതൽ SC ഫണ്ടുകളാണ് കേന്ദ്രം. സാധാരണ നമ്മൾ സേവാഗ്രാമങ്ങൾ, നമ്മളിപ്പോൾ സേവാഗ്രാമങ്ങളാണെന്നാണ് പറയുന്നത്, അത് കോളനി പ്രദേശത്തെ സേവാഗ്രാമം എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഈ സേവാഗ്രാമത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ കഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ, അവർക്ക് ഇതൊരു വികസനം എത്തിയിട്ടില്ല, അവർക്ക് വൈദ്യുതി എത്തിയിട്ടില്ല. ആ തരത്തിലുള്ള പ്രവർത്തനം എത്തിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വികസനം ഉണ്ടായി അവർ മാറ്റം ചിന്തിക്കും. അതുകൊണ്ടാണ് അവർ ആ തരത്തിൽ അതിനൊക്കെ മാറ്റം വരണം. സാധാരണക്കാരെ രക്ഷപ്പെടണം, അവർ സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ മാത്രമല്ല, നമ്മുടെ പാർട്ടിയുടെ മൊത്തത്തിലുള്ള എല്ലാവരും ലക്ഷ്യം അതാണ്. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കും. 100% അതിനുവേണ്ടി ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ആ ലക്ഷ്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ജനങ്ങളോട് അപ്പോൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുക എന്നതാണോ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുക എന്നതാണോ? ജനങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം ഉണ്ടായാൽ വികസനം ഉണ്ടാവും. മാറ്റവും വികസനവും ജനങ്ങൾ ആവശ്യമാണ്. വികസനത്തോടൊപ്പം തന്നെ ഒരു മാറ്റം വന്നാൽ മാത്രമേ വികസനം ഉണ്ടാവുള്ളൂ. ആ മാറ്റം വരികയും വികസനം ഉണ്ടാവാൻ വേണം. നമ്മുടെ എല്ലാ ജനങ്ങൾക്കും നന്മ പറഞ്ഞ കാര്യം ചെയ്യണം. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലത്തെ കാര്യങ്ങൾ കിട്ടണം. അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും സംരക്ഷിക്കണം. നിരവധി കാര്യങ്ങൾ നമ്മൾ സേവാപ്രവർത്തനത്തിലൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ശക്തമായിട്ടൊരു സേവകനായിട്ട് ജനങ്ങളെ കൂടെ കാണും, ഉറപ്പ്. സേവന മാതൃക പിന്തുടർന്നുകൊണ്ട് ഒരു മികച്ച സേവകനായി മാറിയ സുനിൽ നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആശയം വിവരിച്ചു കഴിഞ്ഞു. ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള, മാറ്റത്തിനൊപ്പം മാറാൻ വേണ്ടി അവസരം നൽകാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.